കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എസ്രയാണ്. അപ്പൊ തന്നെ ചോദിക്കും, എന്തുകൊണ്ടാ 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും വിട്ടുകളഞ്ഞത്? നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം പഠിച്ചപ്പോൾ 2 രാജാക്കന്മാർ പഠിച്ച് അവസാനിപ്പിച്ചത് 2 ഗോത്രങ്ങൾ ഇസ്രയേൽക്കാരെല്ലാം ആച്ചൂറിലേക്ക് പോയി. നോർത്തേൺ ജാതീയ രാജാക്കന്മാർ അവരെ കീഴടക്കി. അതുപോലെ തന്നെ സദേൺ രാജ്യമായ യഹൂദയും ബെന്യാമീനും ഒക്കെ ബാബിലോണിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ 70 വർഷത്തെ കാലം, ആ കാലത്തിന്റെ സംഭവങ്ങൾ, രാജാക്കന്മാരുടെ കാലവും ദാവീദിന്റെ കാലവും അതുപോലെ ആ 70 വർഷത്തെ കാലവും മടങ്ങി വരുന്ന കാലം, ഇതെല്ലാം കൂടെ ചേരുന്ന ആ സംഭവങ്ങളെ വിലയിരുത്തുന്നതാണ് 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും. അത് വീണ്ടും നമ്മൾ പഠിച്ചാൽ, അല്ലെങ്കിൽ ബൈബിൾ പ്രോജക്റ്റുകാർ അത് ഇട്ടിട്ടുമില്ല, പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കും. നമുക്ക് പഠിക്കണമെങ്കിൽ ബുക്കിലുണ്ട്. കുറച്ചുകൂടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങളും അതിൻ്റെ ജയാപജയങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. അത് പഠിച്ചാൽ മതി. എന്നാൽ എസ്ര മടങ്ങി വരുന്ന ആ കാര്യം നമുക്ക് പഠിക്കാം. മൂന്ന് തവണയായിട്ടാണ് ബാബിലിലേക്ക് ഈ യഹൂദന്മാർ പോയത്. മടങ്ങി വരുമ്പോഴും 3 കൂട്ടമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അതിനൊരു ആൻസർ ഇല്ല. അത് നിത്യനായ ദൈവത്തിന്റെ തിരുവിതാത്തിലെ പ്ലാൻ ആയിരുന്നു എന്നല്ലാതെ എന്ത് പറയാനാ. അപ്പോൾ ഇവര് ബാബലിലേക്ക് പോയി. ആദ്യം വരുന്നത് സെരുബാബലിന്റെ നേതൃത്വത്തിലാണ്, ഇത് മറന്നു പോകില്ലേ. രണ്ടാമത് എസ്ര, പിന്നെ നെഹമ്യാവ്. എന്നാൽ നമുക്ക് യഹൂദന്മാരുടെ ബുക്കുകളിൽ എസ്രയും നെഹമ്യാവും ഒരു ബുക്കായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് തന്ന വിശുദ്ധ വചനത്തിൽ എസ്രയും നെഹമ്യാവും 2ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ദൈവം ഈ 70 വർഷക്കാലം ശേഷം ഇവരെ 70 വർഷമാണ് അവിടെ ആയിരിക്കുമെന്ന് ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തിട്ടുണ്ട്. ദാനിയേല് അവിടെ ആയിരുന്നപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലുണ്ട്. ഇരമ്യാ പ്രവാചകന്റെ പ്രവചനം ദാനിയേലിന്റെ കയ്യിലുണ്ടായിരുന്നു. നോക്കണം, ഇവർ ദൈവ പൈതല് ഒരു വലിയ തിരക്കുള്ള മനുഷ്യനായി തീർന്നു ബാബിലോണിൽ ചെന്നപ്പോഴും ചക്രവർത്തിമാരുടെ കൂടെ ആയിരുന്നു തൻ്റെ ഇടപാടുകൾ. എന്നിരുന്നാലും തിരുവചനം ധ്യാനിക്കുന്ന ആളും പ്രവാചകന്മാർ അവർക്ക് കൽപ്പിച്ചു കൊടുത്ത ആ പ്രവചനത്തെ നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ. അതിനുശേഷം മേദിയ പേർഷ്യ രാജാക്കന്മാരായി വന്ന് കോരേശിനെ കുറിച്ച് വളരെ നന്നായി വേദപുസ്തകം പറയുന്നുണ്ട്. അവൻ ജനിക്കുന്നതിന് മുമ്പ്. അതാണ് വിശുദ്ധ വചനത്തിലെ ആധികാരികത എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. യെശയ്യാവും ഇരമ്യാവും ഒക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയുന്ന ഒരു ദൈവമാണ്. ആദ്യം തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലിൽ സംഭവിക്കുന്നതും അറിയാവുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പരിമിതിയില്ലാത്ത ട്രാൻസെൻഡ് ഗോഡ്. ആ വലിയ ജ്ഞാനം, എന്താണ് നടക്കാൻ പോകുന്നത്, സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആണ്. ജനന മരണ ഇടയിലുള്ള ദൈവം തന്നിരിക്കുന്ന ഈ ദാനമായ ജീവിതം തമ്പുരാൻ ഉപയോഗപ്രദമാക്കി തീർത്താൽ നാം ധന്യരായിത്തീരും. ജീവിതത്തിന്റെ കഷ്ടതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, എല്ലാവരും. നമുക്കറിയാം, ഈ 70 വർഷം അവിടെ പോയി താമസിച്ചപ്പോൾ ഈ പ്രവാചകന്മാർ, ഈ ലീഡേഴ്സും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ ചിന്തിപ്പിച്ച 2-3 ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് ഈ ബൈബിൾ പ്രോജക്റ്റുകാരുടെ ഈ സ്കെച്ച് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടാവില്ല. അത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനപ്പെടുകയില്ല. ഒരു വ്യക്തി, നമുക്കറിയാം, ഒരു വ്യക്തി അബ്രഹാമിൽ നിന്നുണ്ടായതാണ്. ഒരു കുടുംബം, ഗോത്രം, പല ഗോത്രങ്ങളെ, രാഷ്ട്രം, രാജാക്കന്മാരെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം അവരെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്രമല്ല. അവർക്കുണ്ടാകാൻ പോകുന്ന വലിയ കാര്യങ്ങൾ അവരെ മുൻകൂട്ടി അറിയിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. നമുക്കറിയാം, ഈ ലോകം അവസാനിക്കും. ദാനിയേൽ കണ്ട ദർശനം പോലെ, ഇല്ലെങ്കിൽ നെബൂഖദ്നേസർ കണ്ട ബിംബം പോലെ തല തങ്കം കൊണ്ട് ബാബിലോൺ
മേദ്യ പ്രേഷ്യ, ഗ്രീസ്, റോമൻ, അതിനുശേഷം ജനാധിപത്യം, പിന്നെ അരാജകത്വത്തിലേക്ക് പോകും. കൈതൊടാത്തൊരു കല്ല് ഭൂമിയിൽ വരും. കർത്താവിന്റെ ഭരണം വരാൻ പോകുന്നു. എതിർ ക്രിസ്തു ആ ഭൂമിയിൽ വെളിപ്പെടാൻ പോകുന്നു. ഇതൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നാം അതിന് വേണ്ടുന്നതായ പ്രാധാന്യം കൽപ്പിക്കാതെ ഇതുപോലെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. നിത്യത എന്ന് പറയുന്ന ഒരു പക്ഷെ ഇന്ന് തുടങ്ങാം, അല്ലെങ്കിൽ നാളെ തുടങ്ങാം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവെന്ന് പറയുന്നത് ഇന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന് വന്നെന്നിരിക്കും. പക്ഷെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ടാണോ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ദിവസങ്ങൾ, ആ ജീവിതം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ പ്രവൃത്തി ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ പ്രവൃത്തി തികയ്ക്കുക. കർത്താവ് നമ്മുടെ ആയുസ്സിൽ വരട്ടെ, ഇല്ല 2 തലമുറ കഴിഞ്ഞ് വരട്ടെ. നോക്കിക്കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ ജാതിയിൽ കൂടെയുള്ള ആ മാനവജാതിയുടെ ആ വലിയ രക്ഷ എന്ന് വെച്ചാൽ യേശുക്രിസ്തു വെളിപ്പെടാൻ കഴിയാതെ വണ്ണം ഇവരെ ബാബിലോണിലിട്ട് പോയി. ജാതികളുടെ ഇടയിൽ അവർ ചിതറപ്പെട്ടു. എങ്കിലും സെരുബാബേലിന്റെ നേതൃത്വത്തിലും എസ്രയുടെ നേതൃത്വത്തിലും നെഹമ്യാവിന്റെ നേതൃത്വത്തിലും ദൈവം അവരെ മടക്കി വരുത്തുന്നു. അതിനൊക്കെ ചില ലീഡേഴ്സ് മുൻകൈയെടുത്തു. അവരെ നമ്മൾ എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെയൊക്കെ പഠിക്കുന്നു? അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ശ്രദ്ധ വെക്കുകയും അത് സൂക്ഷിച്ച് വരും കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ട് നമുക്കറിയാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നിവർത്തീകരിച്ചു. യേശു ഭൂമിയിൽ വന്നതുകൊണ്ട് ജാതികളാകുന്ന നമുക്ക് യഹൂദ്യ ആ ജനത്തോടും അതിനോട് യാതൊരുവിധ ബന്ധമില്ലാതെ നമ്മെ ആ യഹൂദ ഗോത്രത്തോട് അടുപ്പിക്കുവാൻ തക്കോണം, ദൈവം വെച്ച രക്ഷ ക്രിസ്തുവിൽ കൂടെ ലഭിക്കുവാൻ തക്കോണം ജാതികളായ നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതീയ വർഗമാക്കി മാറ്റിയ ആ യേശു ഭൂമിയിൽ ജനിക്കുവാൻ തക്കോണം ഇടയായത് ഇവരുടെ വംശങ്ങൾ ഭൂമിയിൽ നിലനിന്നുകൊണ്ടാണ്. അപ്പോൾ ബാബിലോണിലേക്ക് പോയപ്പോഴും പിശാചിനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇനി യഹൂദനില്ല, മിശിഹ ഭൂമി പറക്കില്ല എന്നൊക്കെ ആയിരിക്കാം ചിന്തിച്ചത്. പക്ഷേ ദൈവം തൻ്റെ വിശ്വസ്ത സഹോദരങ്ങളെ ഇല്ലെങ്കിൽ മക്കളെ അവിടെയായി പരിപാലിച്ചു. ബാബിലോണിൽ 70 വർഷത്തെ ശേഷം അവർ മടങ്ങി വരുന്നു. എസ്രയുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നിട്ട് ആലയം പണി ചെയ്യുന്നു. അതിനാവശ്യമാകുന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്നു. കോരേശ് ആണ് ഇവരെ സ്വാതന്ത്ര്യം വരുത്തുന്നത്. മേഡിയ പേർഷ്യൻ രാജാവായ കോരേശ്. കാര്യം കോരേശിനോട് എസ്ര പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കുറിച്ച് ഞങ്ങളുടെ തിരുവഴുത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിപ്പോയി. എടാ, എന്നെ ഈ ബാബിലോണിയ രാജാക്കന്മാരെ തോൽപ്പിക്കുവാൻ ഇന്നത്തെ ബാബിലോൺ എന്ന് പറയുമ്പോൾ അന്നത്തെ ബാബിലോൺ എന്ന് ഇന്നത്തെ ഇറാഖ്, ഇന്നത്തെ മേദിയ പേർഷ്യ എന്ന് പറയുന്നത് ഇറാഖ്, അങ്ങനെയുള്ള പേർഷ്യൻ രാജാക്കന്മാരെ അല്ലെങ്കിൽ കോരേശ് എന്ന് പറയുന്ന പുള്ളിയെ എൻ്റെ ദാസൻ, ഞാൻ എന്നെക്കുറിച്ച് ദൈവവചനത്തിൽ യഹൂദന്മാരുടെ അവരുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷമായി അവരെ വിടുന്നു, സഹായം കൊടുക്കുന്നു. പക്ഷേ വീണ്ടും എതിരുണ്ടാകുന്നു. വീണ്ടും രണ്ടാമത്തെ ഘട്ടത്തിൽ എസ്ര മടങ്ങി വരുന്നു. എതിരുകളുണ്ടാവും. കാരണം ദൈവീയ വിഷയങ്ങളിൽ നാം ഇടപെടുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർത്തോണം. എങ്കിലും താൻ മടങ്ങി വന്ന് ഈ ആലയം പണിഞ്ഞു. അതുപോലെ തന്നെ 70 വർഷക്കാലം കഴിഞ്ഞ് യഹൂദന്മാരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ദൈവം നമ്മുടെ ഉദാഹരണങ്ങളുടെ ദൈവമാണ്. റൂയിൻ ഷാൽ ബി റീബിൽഡ്. തകർന്നു പോയാലും തരിപ്പണമായാലും ദൈവത്തിന് ഏത് വ്യക്തിയെയും വീണ്ടും പണിയാം. ദൈവത്തിന്റെ പ്രോഗ്രാമിൽ നീയും ഞാനും ഉണ്ടെങ്കിൽ, നമ്മളുണ്ടെങ്കിൽ, ദൈവം നമ്മെ തകർന്നു പോയാലും ദൈവം ആ തകർച്ചയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അതിനെപ്പറ്റി അറിയണമെങ്കിൽ എസ്ര, നെഹമ്യാവ്, സെരുബാബേൽ, അല്ലെങ്കിൽ സെരുബാബേൽ, എസ്ര, നെഹമ്യാവ് ഇവരെ കുറിച്ച് പഠിച്ചാൽ മതി. എങ്കിൽ അവരുടെ ആ താല്പര്യം നോക്കിക്കോണേ. 2 ഗോത്രമാണ് വരുന്നത്. അവര് വന്ന് ഇതിനെ വീണ്ടും പുനഃസ്ഥാപിക്കണം ആ താല്പര്യം, ആ പ്രതികൂലങ്ങളെ എന്തു വന്നാലും അതിനെ ഓവർകം ചെയ്യണമെന്നുള്ള അവരുടെ ആ
താല്പര്യം, ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വാഞ്ച. നാം അങ്ങനെ തന്നെയായിരിക്കണം. ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഇത് പഠിക്കാൻ തക്കവണ്ണം നല്ലൊരു പാഠമാണ്. അതുപോലെ തന്നെ പേർഷ്യൻ രാജധാനിയിലെ രേഖകൾ സൂക്ഷിക്കുന്ന ഒരു വലിയ വകുപ്പുണ്ട്. അതിൻ്റെ അകത്തെ ഈ എസ്രാ പുരോഹിതൻ ജോലി ചെയ്തിരുന്നെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദാനിയേല്, സെരുബാബേല്, എസ്ര, അതുപോലെ തന്നെ നെഹമ്യാവ് രാജകൊട്ടാരത്തിലെ രാജാവിന്റെ പാനപാത്രവാഹനായിരുന്നു. അതൊക്കെ വലിയ ജോലിയായിരിക്കണം. അങ്ങനെ അവർക്കൊക്കെ ആ ജോലി കൊടുത്തത്, ആ സ്വാതന്ത്ര്യം കൊടുത്തത്, ആ പവർ കൊടുത്തത്, ആ അധികാരങ്ങൾ കൊടുത്തത് ഒക്കെയും ദൈവത്തിന് ചില ഉദ്ദേശം ഉണ്ടായി. പാവങ്ങളെ ദൈവം ഉപയോഗിക്കും, പണക്കാരെ ഉപയോഗിക്കും, വിദ്യാഭ്യാസം ഉള്ളവരെ ഉപയോഗിക്കും, വിദ്യാഭ്യാസം കുറഞ്ഞവരെ ഉപയോഗിക്കും. ഒറ്റ ചോദ്യം, ദൈവത്തിന് നാം ആക്കി ഇന്ന് ഭൂമിയിൽ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് വാച്ച് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കും. The books of Ezra and Nehemiah. In most modern Bibles, these books are separate, but that division happened long after it was written. It was originally a unified work written by a single author. The story is set after the Babylonians destroyed Jerusalem and its temple and took many of the people into exile. And this book picks up about 50 years later and tells the return of some Israelites to Jerusalem and then what happened when they rebuilt the city and their lives there. Specifically, the book focuses on three key leaders who led the rebuilding efforts. You have Zerubbabel, then Ezra, and then Nehemiah. And the book's design focuses on the efforts of each leader. Zerubbabel leads a large group of people back to Jerusalem to rebuild the temple. Then about 60 years later, Ezra arrives in Jerusalem to teach the Torah and rebuild the community. And then he's followed by Nehemiah, who leads the rebuilding of Jerusalem's walls. And these three stories are designed to be parallel. Each begins with the king of Persia, prompted by God to send the leader to Jerusalem, and he offers resources and support. And then each leader encounters opposition in their efforts, which they then overcome, but in a way that leads to a strange anticlimax in each of the three parts. Let's back up and see how it fits together. So the story begins with a decree from Cyrus, the king of Persia, and he's moved by God to allow the exiles to return to Jerusalem and rebuild the temple. And the author says this fulfills a promise made by the prophet Jeremiah that the exiles would one day return to Jerusalem. Now, this fulfillment should trigger our hopes in the many other prophetic promises that exile was not the end of the story. We have hope for a future messianic king from the line of David. We have hope for a rebuilt temple where God's presence will dwell with his people. Hope for God's kingdom to come over all the nations and bring his blessing, just like he promised to Abraham. And so it's with all these hopes in mind that we read on into the story of Zerubbabel. His name means planted in Babylon. He represents the generation born in Babylonian captivity, and he leads a wave of Israelites returning to Jerusalem. After they settle there, they rebuild the altar for offering sacrifices, and later the temple itself. The foundation-laying ceremony, and then the temple's final dedication, these are key moments. The past stories of the tabernacle and temple's dedication should be in our minds. This is when the fiery cloud of God's presence is supposed to descend. He's dwelling with his people, and it doesn't happen. And so while some people are happy about this new temple, the elders who had seen the previous temple of Solomon, they cry out in grief. It is nothing like their glorious past or their hopes for the future. And it's right here that we get the first story of opposition, and it's very odd. So the grandchildren of the Israelites who were not taken into exile, they had been living in Jerusalem all along, they come to offer help with the temple rebuilding. And Zerubbabel refuses. He says, "You have no part in our temple." And this, of course, generates a conflict which Zerubbabel overcomes, but it's very strange because the prophets had envisioned that the tribes of Israel would all come together, along with all of the nations, to participate in the worship of the God of Israel when the kingdom finally comes. So this is an anticlimactic moment, to say the least. In the next section, we zoom forward about 60 years and we're introduced to Ezra. He's a leader among the exiled Israelites in Babylon. And he's a Torah scholar and a teacher. And so he gets appointed by Artaxerxes, king of Persia, to lead another wave of people back to Jerusalem. And Ezra wants to bring about spiritual and social renewal among the people. Our hopes are high.
And again, we come to another anticlimactic moment in the story. Ezra learns that many of the exiled Israelites that had come back, they had married non-exiles who had been living around Jerusalem. Some of them were non-Israelites, and almost certainly some of them were. Ezra then appeals to the commands of the Torah, that Israel was supposed to be holy and separate from the ancient Canaanites. And he then says that the people living around Jerusalem are like the Canaanites. They're going to corrupt the exiles. So Ezra offers a prayer of repentance, and it's very heartfelt. But then he rallies all the leaders and enacts this divorce decree that says all these marriages should be annulled, the women and children sent away. And then the decree is only partially carried out. We're given a list of some of the men who divorced their wives. The story is very strange for a number of reasons. First of all, God never commanded Ezra to do any of this. It was the leaders of Jerusalem who led Ezra to make the decree. Second, the contemporary prophet Malachi, he did say that the exiles should care about purity, but he also said that God was opposed to divorce. And so the mixed results of the decree, this all fits into this pattern of a strange concluding anticlimax. Which leads us to the next section about Nehemiah. He's an Israelite official serving in the Persian government, and when he hears about the ruined state of Jerusalem's walls, he prays and then gets permission from the Persian king Artaxerxes to go and rebuild the walls. The king even gives him an armed escort and all these resources. So after arriving in Jerusalem, he begins the building project, and he too faces opposition from the people who had already been living around Jerusalem. Once again, we face a tension in the story. The contemporary prophet Zechariah said that the new Jerusalem of God's kingdom would be a city without walls, that God's presence would surround it, and people from all nations would come and join the covenant people. But Nehemiah seems to operate with the opposite vision. He informs the people surrounding Jerusalem that they have no part in Jerusalem. And this, of course, provokes them to hostility. And so while Nehemiah carries out his vision for the city with integrity and courage, they have to build the city with armed guards to protect them, we keep wondering, could this whole conflict have been handled differently? And this all leads to the conclusion of the book in two movements, first positive and then negative. Ezra and Nehemiah combine forces to bring about a spiritual renewal among the people. They gather all the exiles together for a festival. They read and teach the Torah to all the people for 7 days. And then they celebrate the ancient Feast of Tabernacles to remember God's faithfulness from the Exodus and the wilderness journeys. Then they offer a confession of their sins. They vow themselves to renew the covenant, follow all the commands of the Torah. And they finish with a great celebration over the temple, the walls of Jerusalem. And we're thinking, this could be the turning point, but it's not. The book ends on a huge downer. Nehemiah tours around the city, and he finds that the people have not been fulfilling their covenant vows. So Zerubbabel's work is undone as he finds the temple being neglected and staffed by all these unqualified people. He then discovers that Ezra's work is being compromised. He finds everyone violating the Torah, people are working on the Sabbath, and even his own work on the walls is involved because people are setting up markets around the walls of Jerusalem and working on the Sabbath. So Nehemiah, he goes on a rampage. He's beating people up, he's pulling out their hair, and he's yelling, "Obey the commands of the Torah." And his final words are a prayer that God would remember him, that at least he tried, and the book ends. I mean, it's very strange, but we've been prepared for it, right? These anticlimactic moments have been woven into the book's design intentionally. And so it raises the question, what on earth does this book contribute to the storyline of the Bible? Well, remember, the book started by raising our hopes in the prophetic promises about the Messiah, the temple, the kingdom of God, and then none of it happens. So even though Israel is now back in the land, their spiritual state seems unchanged from before the exile. And while Ezra and Nehemiah, they do their best, but their political and social reforms among the people don't address the core issues of their heart. So what the book is pointing out is the same need highlighted by the prophets Jeremiah and Ezekiel. What God's people need is a holistic transformation of their hearts if they're ever going to love and obey their God. And so the book ends on a downer, yes, but it forces you to keep reading on into the wisdom and prophetic books to find out what is God going to do to fulfill his great covenant promises. But for now, that's the book of Ezra and Nehemiah. അങ്ങനെ ശ്രദ്ധിച്ചല്ലോ, എസ്രയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ
14 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പാർസി രാജാവായ ആ രാജാവിന്റെ അല്ലെങ്കിൽ കോരേശിന്റെയും ദാരിയാവേശിന്റെയും പാർസി രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ കൽപ്പന പ്രകാരം ആലയം പണി തീർന്നു എന്ന് കാണുന്നുണ്ട്. നോക്കുകയാണെ 10-70 വർഷം ഇടിഞ്ഞു കിടന്ന ആലയം, അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ദൈവതേജസ് ഇറങ്ങിയ ആ വളരെ മനോഹരമായി പണിത ആലയത്തെ ഇടിച്ചെല്ലാം കളഞ്ഞു. സ്വർണവും അതിൻ്റെ അകത്തെ സമ്പത്തുകളെല്ലാം പോയി. വീണ്ടും എസ്രയുടെ നേതൃത്വത്തിൽ ആലയം പണി തീർത്തു. പക്ഷേ എസ്രയുടെ ആലയപ്പണിയിൽ ഈ പറയുന്ന പോലെ ശലോമോന്റെ കാലത്തെ പോലുള്ള ഒന്നുമില്ല. ശലോമോന്റെ കാലത്തെ ആരാധനാലയത്തിന് ഒരുപാട് ധനങ്ങളുണ്ടായിരുന്നു, പണവും കാര്യപ്രതാപവും ഉണ്ടായിരുന്നു. എന്നാൽ മോശ പണിഞ്ഞ ആ കൂടാരത്തിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് പണവും പ്രതാപവും ഒക്കെയുള്ള ആലയം പണിയുന്നതിൻ്റെ അകത്ത് തടസ്സം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം തടസ്സമൊന്നും പറഞ്ഞതായി കാണുന്നില്ല. എങ്കിലും അതല്ല ദൈവാലയം എന്ന് പറയുമ്പോൾ നാമും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ആരാധന. അതുപോലെ തന്നെ അവർ മടങ്ങി വരുമ്പോൾ ഒരു ആരാധന ആലയം സ്ഥാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദൈവം മോശയോട് പറഞ്ഞതിന്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടയിൽ ദൈവത്തിന് വസിക്കാൻ, നമ്മോട് വസിക്കാൻ. എസ്രയുടെ പുസ്തകത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് വീടാണെങ്കിലും വ്യക്തിപരമായ ജീവിതമാണെങ്കിലും ദൈവം നമ്മളിൽ വസിക്കട്ടെ. ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ഇതാണ്. അറിവില്ല നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എത്ര വാസ്തവമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ യേശുവിന് ദൈവത്തിന് സ്ഥാനമുണ്ട്. 2, നാം ആത്മീയ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ രാജ്യം നിലനിൽക്കും എന്നുള്ള സത്യമാണ്. നാം ഏത് രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാ? കിങ്ഡം ഓഫ് വേൾഡ്, ഈ ലോകത്തിന് വേണ്ടിയിട്ടാണോ? അതോ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണോ? നാം ഈ രാജ്യത്ത് ഈ കിങ്ഡം ഓഫ് വേൾഡ്, ഈ ലോക രാജ്യത്ത് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് അധ്വാനിക്കാനും ചെയ്യുവാനും ഒക്കെ സാധിക്കും. ദൈവം നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിന്റെ പണികൾ. അനേക വിശുദ്ധന്മാർ കാലാകാലങ്ങളിൽ തലമുറയായി വിശ്വസ്തരായി നിന്ന് ഈ ദൈവം കൈമാറി ക്രിസ്തു വന്നു. ഇപ്പൊ നാം ക്രിസ്തുവിൽ കൂടെ സകല നന്മകൾ അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് പണിഞ്ഞ് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് നമ്മൾ. ആത്മീയ യാത്രക്കാരാണ് നമ്മൾ. പിൽഗ്രിംസ് ആണ്. ഈ ലോകം നമ്മുടെ സ്വന്തമല്ല. മരണത്താൽ അനേകര് മാറ്റപ്പെടുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് നമുക്കൊരു യാത്രയുണ്ട്. ആ കെട്ടിടത്തിന്റെ പണി പണിഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ്തു ആകുന്ന ആലയത്തിൽ നാം ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചേർത്ത് പണിയാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് നെഹമ്യാവിനെ കുറിച്ച് പഠിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കും ഈ സ്കെച്ച്. ദൈവം നമ്മെ